ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചി കേന്ദ്രയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് BHIE 142 സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ജപ്പാൻ എന്ന കൺട്രിയുടെ യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 3 മീജി റെസ്റ്റോറേഷൻ ആണ്, അതും മോഡേൺ ഇൻ ക്രിയേഷൻ ഇൻ ജപ്പാന്റെ. അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് 4. അപ്പോൾ ഇതില് ഈ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള, അതായത് വിദേശ രാജ്യങ്ങളായ റഷ്യ, ഗ്രേറ്റ് ബ്രിട്ടൻ, USA ഒക്കെ അവരായിട്ട് തൊക്കുഗാവ ജപ്പാനുമായിട്ട്, ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് തൊക്കുഗാവ ഗവൺമെന്റ് ആണ് ജപ്പാനില്. അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ കാരണം അവരൊന്ന് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള, അതായത് നയതന്ത്രപരമായ റിലേഷൻസ് ഉണ്ടാക്കാൻ നോക്കി. ഇതിനുശേഷം ഇതില് ഈ തൊക്കുഗാവ റഷ്യമില് അല്ലെങ്കിൽ തൊക്കുഗാവയുടെ സമയത്ത് അവര് ട്രേഡും ഡിപ്ലോമാറ്റിക് റിലേഷൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സും അത്രയൊക്കെ ശ്രമിച്ചിട്ടും അത്ര ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെ ഈ വിദേശ രാജ്യങ്ങൾ ഇവര് ഇതിലേക്ക് ഇൻട്രൂഷനിലേക്ക് വന്നിട്ട് ഇവരൊരു ചർച്ചകൾ നടത്തുന്നുണ്ട്. ഏത് വിധത്തിലുള്ള മോഡൽസ് ഗവൺമെന്റ് ആയിരിക്കണം ബെറ്റർ, അല്ലെങ്കിൽ ഇതിന്റെ അലയൻസ് എങ്ങനെ വരണം. സറ്റ്സുമ ആൻഡ് ജോഷു എന്നുള്ളതാണ് തൊക്കുഗാവ ബഫുക്കു. ഇന്നലെ നമ്മൾ പറഞ്ഞു തൊക്കുഗാവ ബഫു എന്ന് പറയുമ്പോഴത്തേക്കും ബക്കുഫു ഈസ് ലാൻഡ് ലോർഡ്. അതില് മേജി റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു റിവൈവൽ നടക്കുന്നത് 1868. ഇതാണ് ഇവിടം തുടങ്ങിയാണ് നമ്മൾ ഇന്ന് പരാമർശിക്കുന്നത്. ഇതില് നമ്മൾ ഉദ്ദേശമായത് 1853 കമഡോർ മാത്യു പെരി വന്നിട്ട് അവരുടെ ഷിപ്പിനെ ബ്ലാക്ക് ഷിപ്സ് എന്നാണ് വിളിച്ചിരുന്നത്. കാരണം അതിലൊക്കെ കറുത്ത ടാർ അടിച്ചിട്ടുണ്ടായിരുന്നു. ഷിപ്പിലൊക്കെ പ്ലാങ്കിലൊക്കെ കറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ ബ്ലാക്ക് ഷിപ്സ് എന്ന് വിളിച്ചത്. ഇത് കൂടാണ്ട് അടുത്ത വർഷം 54 ഒരു സന്ധി സമ്മേളനം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു എമിറ്റിന്റെ ഒരു ട്രീറ്റി സൈൻ ചെയ്യാണ്. ഈ ട്രീറ്റിയിൽ കൂടെ അവര് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. റഷ്യൻസും ബ്രിട്ടീഷുകാരും പ്രസ് ചെയ്യുന്നുണ്ട് ജപ്പാന്റെ 17ാം നൂറ്റാണ്ടിൽ. കോസ്റ്റൽ ലൈൻസിൽ ആണ് അവർക്ക് വരാനുള്ള, ഷിപ്പ് വന്ന് ആങ്കറിങ് ചെയ്യണമെങ്കിൽ കോസ്റ്റൽ റീജിയനിലേക്ക് വരണം, അതായത് തീരത്തിലേക്ക് വരണം. ഇതാണ് അവർ പ്രസ് ചെയ്യുന്നത്. അപ്പൊ റഷ്യൻസ് ഒരു സീ ഓഫ് ഒക്കട്ടോസു അതിലും അതിന്റെ പരിസരത്തിലും എക്സ്പ്ലോറേറ്ററി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റിഹേഴ്സൽ മാതിരി ട്രിപ്പ് അടിക്കുന്നുണ്ടായിരുന്നു റഷ്യക്കാര്. അത് മാത്രമല്ല 1738 മാർട്ടിൻ സ്പാൻബർഗ് ഒരു എക്സ്പ്ലോറർ ആണ്, പുതിയതായ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്ന, കടലിൽ കൂടെ കണ്ടുപിടിക്കുന്ന എക്സ്പ്ലോറർ ആണ്, റഷ്യൻ എക്സ്പ്ലോറർ ആണ്. അങ്ങേരെ ഒരു റൂട്ട് കണ്ടുപിടിച്ചു ജപ്പാനിലേക്ക്. അപ്പോ ഇങ്ങനെ വരുമ്പോൾ ഈ സീരിയസ് ആയിട്ടുള്ള റൂട്ട് കൂടെ വരുമ്പോഴത്തേക്കും അവർക്ക് റിലേഷൻ, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ജപ്പാനിൽ എത്താനും അവരായിട്ട് ബിസിനസ് നടത്താനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ഇവിടെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ലഫ്റ്റനന്റ് ആഡം ലക്സ്മാൻസന്റെ വിസിറ്റ് ആണ്. അല്ലെങ്കിൽ 1790 അവിടെ ഇവരുടെ ക്യാപിറ്റലായ ഈസോ, പുതിയതായിട്ട് ഇപ്പൊ അതിന്റെ പേര് ഹൊക്കഡ എന്നാണ്, അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ അവര് പെർമിഷൻ കൊടുത്തില്ല ജാപ്പനീസ്. മാത്രമല്ല ഒരു കൺസെഷനും ഒരു വിധത്തിലെ ട്രേഡിന്, ഓപ്പൺ ട്രേഡിനുള്ള പെർമിഷൻ അവര് കൊടുത്തില്ല ജാപ്പനീസ്. അപ്പോ അടുത്ത റഷ്യൻ എൻവോയ് വന്നിട്ട് അടുത്ത ആള് വരുന്നത് നാഗസാക്കിയിലാണ്, റഷ്യയുടെ ആള്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ പോർട്ടിലെത്തുകയും ഫോറിനേഴ്സിനെ അല്ലെങ്കിൽ വിദേശികളെ താമസിക്കാൻ ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് കൊടുക്കുന്നില്ല. എന്നിട്ട് എന്ത് കാരണവശാലും കുറച്ച് കഴിഞ്ഞപ്പോ ഓപ്പൺ ട്രേഡിനുള്ള കൺസെഷൻ കൊടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല ജപ്പാൻ. അടുത്ത റഷ്യൻ എൻവോയി വന്നിട്ടും ഇവർക്ക് ഈ ഫോറിൻ ട്രേഡിനോട് അല്ലെങ്കിൽ വിദേശികളുടെ മുഖാന്തരമുള്ള ട്രേഡിന് ജാപ്പനീസിന് ഒട്ടും താല്പര്യമില്ല. അതാണ് കാര്യം. 1806 1807
പിന്നെയും റഷ്യക്കാര് ജാപ്പനീസിന്റെ പോർട്ടൊക്കെ സക്കലൈൻ ആൻഡ് കൊർലൈൻ ഐലൻഡ്സിലുള്ള പോർട്ടിലൊക്കെ അവര് റെയ്ഡ് ചെയ്യും. അവർക്ക് അതായത് ജപ്പാനും റഷ്യയും തമ്മിൽ കൺഫ്രണ്ടേഷൻ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ പിന്നെ കാണുന്നത് ക്യാപ്റ്റൻ കുക്കിന്റെ വരവാണ്. ഇത് ബ്രിട്ടീഷാണ്. ബ്രിട്ടീഷിന്റെ ക്യാപ്റ്റൻ കുക്ക് 17-ാം നൂറ്റാണ്ടിൽ ഇവിടെ വരുന്നു. ജപ്പാനിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി മരിച്ചു പോകുന്നത്. ബ്രിട്ടനിൽ നിന്ന് ജപ്പാൻ വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനൊക്കെ എടുക്കുന്നുണ്ട്, പ്രപ്പോസലൊക്കെ വെക്കുന്നുണ്ട്. വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1793 അങ്ങേര് മരിച്ചു പോകുന്നു. പിന്നെ ആ എംബസിന് ഏൾ ജോർജ് മെക്കാർട്ടനി അങ്ങേര് എന്താ ചെയ്യുന്ന വെച്ചാല് ഒരു സംഘം, ആ സംഘത്തിനെ ചൈനയിലേക്ക് അയക്കും. ആ സംഘം 1793 അവര് ജപ്പാനിലേക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മെക്കാർട്ടണി ലെറ്റേഴ്സ് ഒക്കെ കൊണ്ടുവന്നു. ജപ്പാൻ ടു എംപറർ ജപ്പാന് കൊടുക്കാനുള്ള ലെറ്റേഴ്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗവർണർ ഓഫ് മദ്രാസ്, ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനീന്റെ ഒരു ട്രേഡ്, ഓപ്പിയം ട്രേഡിന്റെ തുടക്കത്തിനുള്ള ഒരു ആരംഭത്തിനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. മാത്രമല്ല 1797 ഒരു ഇംഗ്ലീഷ് കപ്പൽ ഹൊക്കൈഡോയിലേക്ക് പോവുകയും അവിടെ 1808 ഫ്രിഗേറ്റ് ഫാന്റൺ വഴി അവര് നാഗസാക്കിയിൽ എത്തുകയും ചെയ്യുന്നു. ഇതിനുശേഷം ഇവര് വെയിലിംഗ് ചെയ്യുന്നുണ്ട്. അതായത് അങ്ങനെ ഓപ്പൺ കടലിൽ ഇങ്ങനെ പോകുന്നതിനാണ് നമ്മൾ വെയിലിംഗ് എന്ന് പറയുന്നത്. വെയിലിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും വലിയ കൺട്രി ആയിട്ട് കാണുന്നത് US ആണ്. ഈ കപ്പലുകൾ പല പല രാജ്യത്തിലും അല്ലെങ്കിൽ പസഫിക്കിലും അറ്റ്ലാന്റിക്കിലൊക്കെ ഇങ്ങനെ ഓരോ പോർട്ട് തേടിയാണ് അലയുന്നത്. പോർട്ട് തേടി അലയുമ്പോൾ അവർക്ക് വേണ്ടത് ആ സാധനങ്ങൾ കടലിലേക്ക് സെയിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത പോർട്ടിൽ എത്തുന്നത് വരെ അവർക്ക് വേണ്ട കപ്പലിൽ വേണ്ട ഇന്ധനം വേണം. അതേമാതിരി കപ്പലിലുള്ളവർക്ക് കഴിക്കാനുള്ള ആഹാരങ്ങളും സപ്ലൈസും വേണം. അപ്പൊ ഓരോ പോർട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് അത് റീഫിൽ ചെയ്യാണ് ചെയ്തത്. അപ്പോ റീഫീലിംഗ് ചെയ്ത് ഇന്ധനവും അതേമാതിരി സപ്ലൈസും കൊണ്ടുപോകാനാണ് അവർ ഈ കപ്പൽ ഇങ്ങനെ കടലിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നു. അതിനാണ് നമ്മൾ വെയിലിംഗ് എന്ന് പറയുന്നത്. ഈ അട്രാക്ഷൻ ചൈന മാർക്കറ്റിന്, ചൈനയുടെ സീൻ്റെ കൂടെ വരുമ്പോഴത്തേക്കും അമേരിക്കയ്ക്ക്, US-ന് ഒരു ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ്. ജാപ്പനീസിന്റെ പോർട്ടൽ ഒരു ഫോറിൻ ട്രേഡിന്റെ, ജപ്പാൻ മുഴുവൻ ഐലൻഡ്സ് അല്ലേ, അവിടുത്തെ പോർട്ടിൽ ഒരു ട്രേഡിനുള്ള പെർമിഷൻ കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് US-ന് തോന്നുകയും അവര് അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ്. അപ്പോ ഇവിടെ വ്യത്യാസമായ ഡെസ്റ്റിനി അല്ലെങ്കിൽ അവസാനം അതിന്റെ ഐഡിയ എന്താന്ന് വെച്ചാൽ 1840 മാനിപ്പുലേഷൻ ചെയ്ത് മാനിഫെസ്റ്റോ ഡെസ്റ്റിനിയിൽ വരുന്നത് എന്താ വെച്ചാല് അവർക്ക്, അമേരിക്കക്കാർക്ക് ഇവിടെയുള്ള പോപ്പുലേഷനെ എൻകറേജ് ചെയ്തിട്ട് US ബിസിനസ്സുകാരുമായിട്ട് ഒരു ആക്സസ് വേണം. ചൈനയ്ക്കും വേണം, അതേമാതിരി തന്നെ ജപ്പാനിലും വേണം. അപ്പോൾ ഇവരുടെ ഇൻട്രസ്റ്റ് ഗവൺമെന്റ് വഴി ചെയ്യാം എന്നുള്ളതാണ് ഇവരുടെ ഇൻട്രസ്റ്റും ഇവരുടെ താല്പര്യവും. ഇതിൽ കൂടുതൽ അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ 1835 ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ്, അതായത് നയതന്ത്രപരമായ മീറ്റിങ്ങുകൾ നടത്തുകയും അതിൽ വഴി അവരെ പരിഗണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. 1846 കോമഡോർ ബെഡൽ അത് ക്യാപിറ്റലായ ഇഡോയിലേക്ക് വരുന്നു. അതായത് ഇഡോബേയിലേക്ക് വരികയാണ്. പക്ഷെ ഈ ഇഡോയിലേക്ക് ജാപ്പനീസിന്റെ ക്യാപിറ്റലിലേക്ക് വന്നിട്ട് കൂടെയും ജാപ്പനീസ് ഗവൺമെന്റ് എൻട്രി കൊടുത്തില്ല, അതായത് അനുവാദം കൊടുത്തില്ല, അകത്തേക്ക് കയറാനുള്ള അനുവാദം കൊടുത്തില്ല കോമഡോർ ബിഡിലിന്. പിന്നെ കോമഡോർ ഗ്ലിൻ വരുന്നു. അപ്പൊ കോമഡോർ ഗ്ലിൻ വന്നിട്ട് ഇതേമാതിരി ശ്രമിക്കുകയും അത് 1849 പക്ഷെ പുള്ളിയുടെ ഉദ്ദേശം ട്രേഡ് ഒന്നും അറേഞ്ച്മെന്റ് അല്ല, പക്ഷെ വിസിറ്റ് ചെയ്യാന്ന് മാത്രം.
അപ്പൊ അവരവിടെ നിന്നും നാഗസാക്കിയിലേക്ക് 1849 മറിച്ചു പോകുന്നു. ഇനി എന്തുകൊണ്ടാണ് ഇവർ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രാവശ്യവും? റിയാക്ഷൻ റഷ്യൻ ഷിപ്പുകൾ വരുമ്പോൾ ഫേം ആയിട്ട് അവർ റിജക്ട് ചെയ്യാണ്. അതായത് ജാപ്പനീസ് റിജക്ട് ചെയ്യാണ്. ഓപ്പണിംഗ് പോർട്ട് തുറന്നേ കൊടുക്കുന്നില്ല. പോർട്ട് അകത്തേക്ക് വരാൻ ഏത് രാജ്യത്തായാലും ശരി ആ പോർട്ടിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അകത്തോട്ട് വരാൻ പാടുള്ളൂ. അത് പോർട്ട് പെർമിഷൻ കൊടുത്തില്ലെങ്കിൽ കപ്പൽ പുറംകടലിൽ നിൽക്കും, അകത്തേക്ക് വരാൻ പറ്റില്ല. 1806 ഒരു ഡിക്രി പാസ്സാകാണ്. ആ ഡിക്രിയിൽ എഴുതിയിട്ടുള്ളത് ഫോറിനേഴ്സിനെ അല്ലെങ്കിൽ വിദേശികളെ ഒരു കാരണവശാലും അകത്തേക്ക് പെർമിഷൻ കൊടുത്ത് കൊണ്ടുവരരുത്. ഈ 1825 ഒഫീഷ്യൽസ് പറയുന്നത് ഡിക്രി വഴി അല്ലെങ്കിൽ ഓർഡർ വഴി പറയുന്നത് ആ കപ്പല് ഏതെങ്കിലും കപ്പൽ വിദേശ കപ്പൽ കോസ്റ്റിന്റെ അടുത്തേക്ക് തീരത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ നശിപ്പിച്ചു കളയാൻ വേണ്ടി അവർ ആ ഓർഡറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ റിയാക്ഷൻ കാരണം റഷ്യൻ ഷിപ്പൊക്കെ അവർക്ക് കൊടുക്കാത്ത ഒരു ദേഷ്യമുണ്ട്. അവർ പുറംകടലിൽ തന്നെ നിൽക്കുകയാണ്. ഓപ്പണിംഗ് പോർട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിനെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ബഫാക്കുല് എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു കോസ്റ്റൽ ഡിഫൻസ്, അതായത് പോർട്ടിന്റെ തീരത്ത് ഒരു ഡിഫൻസ് ഉണ്ടാക്കണം. ആ ഡിഫൻസ് വഴി പോളിസി ഉണ്ടാക്കിയിട്ട് ഈ വിദേശികളുമായി എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള ഒരു പോളിസി അവര് ഉണ്ടാക്കുന്നു. അതിനെ നമ്മള് ഡബിൾ ബോൾട്ടഡ് ലാൻഡ് എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു കപ്പലുകൾ ഇങ്ങനെ US-ന്റെ കപ്പലുകൾ ഇങ്ങനെ കടലിൽ കൂടെ സെയിൽ ചെയ്ത് നടക്കുകയും അവര് റീഫ്യൂലിങ്ങിനും സപ്ലൈസ് റീഫിൽ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ചൈനയുടെ അട്രാക്ഷൻ കൂടി ഉണ്ട്. ചൈന മാർക്കറ്റ് കൂടെ പിടിച്ചെടുക്കണമെന്നുണ്ട്. അതിന്റെ കൂടെ US-ന്റെ ഈ ഇൻക്രീസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ജാപ്പനീസിന്റെ പോർട്ടിനെ ഒന്ന് തുറന്നു കിട്ടാനുള്ള ഒരു താല്പര്യമാണ് അവർ കാണിക്കുന്നത്. അതില് എഴുത്തുകാരൻ ഹെർമൻ വെൽബി പറയുന്നു, എന്തിനാണ് വെയിലേഴ്സ് ഓഫ് ദ മൂവി എന്ന് പറഞ്ഞിട്ട് ഒരു നോവൽ എഴുതുന്നുണ്ട്. അങ്ങനെ റൈറ്ററാണ്, നോവൽ എഴുതാണ്. ആ മോബി ഡിക്ക് എന്നുള്ള ആ നോവല് പറയാണ്, ജപ്പാനിലെ ഡബിൾ ബോൾട്ട് ആണ് ഇട്ടിരിക്കുന്നത് ലാൻഡില് ആൻഡ് എവർ ഓപ്പൺ ഇറ്റ് വിൽ. അത് എന്തുകൊണ്ടാണ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കപ്പലുകൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് വെയിലിംഗ് ഷിപ്പ് കാരണം കൊണ്ടാണ് അവര് ആ ഡബിൾ ബോട്ട് ഇടുകയും അതേമാതിരി അത് തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയും അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയാം. ഇനി കോസ്റ്റൽ ഡിഫൻസിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് കോസ്റ്റൽ ഡിഫൻസില്? ഡിഫൻസ് വെച്ചാൽ തടുക്കുക. നമ്മളെ ഉപദ്രവിക്കാണ്ടിരിക്കാൻ നമ്മളെ തടുക്കുകയാണ്. അപ്പൊ ഇവിടെ മിലിറ്ററി കപ്പാസിറ്റി, വിദേശ രാജ്യങ്ങളുടെ രാജ്യങ്ങളെ പുറത്ത് നിർത്താനുള്ള അത്രയും ഗ്രൂപ്പ് വേണം, അഡമന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് വേണം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പ് വേണം, മിലിറ്ററി വേണം. ജാപ്പനീസിന് മനസ്സിലായി. അപ്പൊ 1842 ഇത് ഡച്ച് ഗവൺമെന്റ് ആയ ക്വിങ്ങിന്റെ ഡിഫീറ്റ്, ഓപ്പിയം വാറിൽ ഡിഫീറ്റ് ചെയ്തു. അപ്പോ ഈ പോളിസിനെ കുറച്ച് സോഫ്റ്റ് ആക്കി, കുറച്ചൊന്ന് അയഞ്ഞു തുടങ്ങി ഈ പോളിസി. ക്വിങ്ങിന്റെ ഡിഫീറ്റ് കാരണം ഇതിനൊന്ന്, എന്നിട്ട് മാത്രമല്ല ഒരു കപ്പലിന് അകത്തേക്ക് വരാം, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അകത്തേക്ക് വരാം എന്നുള്ള ആ ഒരു ലെവലിലേക്ക് ഈ പോളിസിനെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇത് കൂടാണ്ട് ബ്രിട്ടീഷിന്റെയും ഫ്രഞ്ചിന്റെയും കപ്പലുകൾ ഈ പോർട്സിൽ വരികയും ജാപ്പനീസ് പോർട്സിൽ വരികയും അവര് ട്രേഡിനുള്ള കൺസെഷൻ അല്ലെങ്കിൽ വിശദമായിട്ട് അവര് സംസാരിക്കുകയും നെഗോഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അത് അവർക്കൊന്നും ഫ്രഞ്ചിനും ബ്രിട്ടീഷിനും പെർമിഷൻ കിട്ടുന്നില്ല. ജാപ്പനീസ് ഗവൺമെന്റ് ബിസിനസ് നടത്താൻ, ട്രേഡ് നടത്താൻ പെർമിഷൻ കൊടുക്കുന്നില്ല. അപ്പോ ഇവര് ഇതിന് എത്ര വന്നാലും അവർ പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലാണ് ബഫോക്കു എന്ന് പറയുന്നവര് ഒരു ബിൽഡിംഗ് കോസ്റ്റൽ ഡിഫൻസിനെയും ഒരു കൺസീൽ ആയിട്ടുള്ള ഒരു പോളിസിനെയും അവര് ഫോറിൻ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളെ
പുറത്ത് നിർത്താൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു പോളിസി അവർ ഉണ്ടാക്കിയെടുക്കുന്നു ജാപ്പനീസ്. ഇനി ഈ പോളിസിയിൽ വഴി ഐസൊലേഷൻ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് പറയാം, അത് മാറ്റുകയാണ്. 1853 കോമഡോർ മാത്യു പെറി ജപ്പാനിലേക്ക് വരുന്നു. എങ്ങനെ വരുന്നു? ചൈന വഴിയാണ് വരുന്നത്. ചൈന വഴി വന്ന് ഒക്കിൻവാണ സ്ക്വാഡറില് 2 സ്റ്റീം ഫ്രൈറ്റേഴ്സ് വഴിയും ലൂപ്പ് വഴിയും എഡോബയിലെത്തും. അതായത് ക്യാപിറ്റലില് എഡോബയിലെത്തുന്നു 1853. എന്നിട്ട് അവിടം തുറക്കാനും ആ പോർട്ടുകൾ തുറക്കാനും കോളിന്റെ ഒരു സപ്ലൈ ആവശ്യമുണ്ടെന്ന് പറയാണ്. അപ്പൊ പെരി പ്രസന്റ് ചെയ്തിട്ടുണ്ട്, ഒരു ലെറ്റർ ഉണ്ട്. പ്രസിഡന്റ് ഓഫ് USA കൊടുത്തയച്ച ലെറ്റർ കയ്യിലുണ്ട്. ഈ പെരിയുടെ ബിഹേവിയർ അല്ലെങ്കിൽ സുപ്പീരിയർ മിലിറ്ററി പവർ ഇതെല്ലാം കണ്ടപ്പോ തൊക്കുഗാവ ബഫുക്കോന് ഈ പവർ വെസ്റ്റേൺ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ പവറിനെ പറ്റി എത്ര ഇഫക്റ്റീവായിട്ട് അവർ ചെയ്യുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കി ഗവൺമെന്റ്. അപ്പൊ 1854 ഈ ബഫോക്കോ സൈൻ്റെ ഒരു ട്രീറ്റി സന്ധി സൈൻ ചെയ്യാണ്. അതിനെ പറയാണ് ട്രീറ്റി ഓഫ് അമിറ്റി ആൻഡ് കോമേഴ്സ്. ആ സന്ധി വഴി 2 പോർട്ട് തുറന്നു കൊടുക്കും, അതായത് ഷിമോഡയും ഹൊക്കോഡേറ്റും. അവിടെ ഈ അമേരിക്കൻ കപ്പലുകൾ വരാനും അവർക്ക് പ്രൊവിഷൻ എടുക്കാനും അവർക്ക് റീഫ്യൂവലിംഗ് ചെയ്യാനും റീഫില്ലിംഗ് സാധനങ്ങൾ ചെയ്യാനും പെർമിഷൻ. 2 പോർട്ടിന് അവര് ഈ സന്ധി മുഖാന്തരം സമ്മതം കൊടുക്കുന്നു. ഇതിനുശേഷം ഒരു ഫേവറേറ്റ് ക്ലോസ് ആയിട്ട് അവര് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ബെനിഫിറ്റ്സ് കൊടുത്ത് കൺട്രിയിലേക്ക് കയറുകയാണ്. അപ്പൊ അമേരിക്കക്ക് ഒരു കൗൺസിലർ ഏജന്റ് എന്ന് പറയാം. അവിടെ അമേരിക്കയെ റെപ്രസെന്റ് ചെയ്ത് അവരുടെ കൗൺസിലർ ഏജന്റ് ഒരു ഷിമോഡയില് താമസിക്കാനുള്ള പെർമിഷൻ കൊടുക്കും, അല്ലെങ്കിൽ അവിടെ പോസ്റ്റ് ചെയ്യുന്നു. ഇതിൽ കൂടെ ഒരു സന്ധി അഗൈൻ സൈൻ ചെയ്യാണ്. പോർട്ടെല്ലാം തുറന്ന് അവർക്ക് പോവാനും വരാനുള്ള സൗകര്യം കൊടുത്ത മേജർ ആയിട്ടുള്ളത് അവർക്ക് പോളിസി ഒന്ന് മാറ്റി കിട്ടിയല്ലോ. അതാണ് അവർക്ക് ഏറ്റവും വലിയ വലുതായിട്ട് ബക്കൂസ് എയർലി പോളിസി ഐസൊലേഷൻ മാറ്റി നിർത്തിയിരുന്ന പോളിസിയിൽ നിന്ന് മാറി അവർക്ക് അകത്തേക്ക് വരാനും പോവാനുമുള്ള പെർമിഷൻ കിട്ടിയപ്പോ തന്നെ ഇവർക്കൊരു ആശ്വാസമാണ് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഷിപ്മെന്റിന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത് കണ്ടുവരുന്നത് ഇവർ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നോ, ജാപ്പനീസ് ഗവൺമെന്റ് എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നോ അത്രത്തോളം ഫോഴ്സോടുകൂടി തന്നെ ബാക്കിയുള്ള വിദേശ രാജ്യങ്ങൾ അവരുടെ പോർട്ടിൽ കടക്കാൻ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവര് അതിൽ ഒരു 30% സക്സസ് ആയി എന്ന് പറയാം. ഇനി ഈ ട്രീറ്റി ആയിട്ട് സൈൻ ചെയ്യാണ്. ഈ സൈൻ ചെയ്യുന്ന ട്രീറ്റി ആരൊക്കെയായിട്ടാണ്? ഒന്ന് റഷ്യ ഗവൺമെന്റും ഒന്ന് ഡച്ച് ഗവൺമെന്റും. ഈ പെരേരി നേരത്തെ പറഞ്ഞ ഒരു ട്രീറ്റി റഷ്യൻ ഗവൺമെന്റ് ആയിട്ടുള്ള ചെയ്തിട്ടുണ്ടായിരുന്നു. യുഫെമിറ്റി പുട്ടിക്കിൻ എന്ന് പറഞ്ഞ ആളുടെ ശ്രമത്തിലാണ് ഈ ഒരു ട്രീറ്റി സൈൻ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നത്. ട്രീറ്റിയിൽ കൂടെ എന്താണ് അവർ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്? ബൗണ്ടറി, അതായത് നോർത്ത് ഹൊക്കൈഡോന്റെ ബൗണ്ടറി ഒന്ന് സെറ്റിൽമെന്റിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഈ ട്രീറ്റി വഴി അവര് ശ്രമിച്ചത്. എങ്കിൽ കൂടെയും അത് സക്സസ് ആയില്ല. ഒക്ടോബറിൽ ബഫോക്കോ പിന്നെയും ഒരു ട്രീറ്റി ബ്രിട്ടീഷുകാരുമായിട്ടും പിന്നെ റഷ്യക്കാരുമായിട്ടും അതില് നാഗസാക്കിയില് സമ്മതം അല്ലെങ്കിൽ നാഗസാക്കി ഓപ്പൺ ചെയ്തു കൊടുത്തു. ഓക്കെ. 1855 ദ ഡച്ച് ഗവൺമെന്റ്, അതെല്ലാം യൂറോപ്യൻ കൺട്രീസ് ആണ്, ഡച്ച്, പോർച്ചുഗീസ് എന്നൊക്കെ പറയുന്നത്, സ്പെയിൻ, അവരും ഒരു ട്രീറ്റി ജാപ്പനീസായിട്ട് ട്രീറ്റി സൈൻ സന്ധി സൈൻ ചെയ്യുന്നുണ്ട്. ഈ സന്ധിയിൽ കൂടെ അവർക്ക് വരാനും അവർക്ക് പോർട്ടിൽ കയറാനും അവർക്ക് റീഫിൽ ചെയ്യാനും എല്ലാ പെർമിഷൻസ് ഒക്കെ കിട്ടി. സന്ധി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൽ നിന്ന് പിന്നോക്കം പോകാൻ പറ്റില്ല. വേർഡ് ഓഫ് ഓണർ ആണ്. അപ്പൊ അതുകൊണ്ട്
അവര് ഡച്ച് ഗവൺമെന്റുമായിട്ടും ഒരു സന്ധി സൈൻ ചെയ്യാണ്. ഇനി ടൗൺഷെഡ് ഹാരിസ് US കൗൺസിൽ ആയിട്ടുള്ള ആള്, അങ്ങേര് ഷിമോട്ടോല ഞാൻ നേരത്തെ പറഞ്ഞു 1856 അവിടെ ടൗൺഷെഡ് ഹാരിസ് എന്ന് പറഞ്ഞ കൗൺസിൽ അവിടെ താമസിക്കുകയാണ് ഷിമോട്ടോല 1856. അതുവഴി നല്ല ക്ഷമയും നല്ല ടാക്റ്റും ഉണ്ടായിട്ട് കൂടെ ബഫൂക്കിനെ കൺവിൻസ് ചെയ്യാനും അവർ വഴി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സൈനിങ് ട്രീറ്റിയും അമേരിക്കയുമായിട്ടുള്ള സൈനിങ് ട്രീറ്റിക്കും അതേമാതിരി തന്നെ വേറെയും കുറെ ട്രീറ്റീസിലൊക്കെ ശ്രമിക്കുകയാണ് ടൗൺഷെഡ് ഹാരിസ് ആസ് എ കൗൺസിലർ. അപ്പോ ഈ ഹമാസ് ട്രീറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട്. അതായത് നയതന്ത്രപരമായിട്ടുള്ള പ്രബന്ധങ്ങൾ സൈൻ ചെയ്യുക. അങ്ങനെ സൈൻ ചെയ്താൽ മാത്രമേ ഇവർക്ക് ബാക്കിയുള്ള ബിസിനസ് ഒക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. 29 ജൂലൈ 29 1858 പോർട്സ്, ഏതൊക്കെ പോർട്സ് ആണ് തുറന്നു കൊടുത്തത്? കനാഗ്വ, നഗസാക്കി, പിന്നെ അടുത്ത ലെവലായിട്ട് നമ്മൾ കാണുന്നത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നിക്കാട്ടയും ഹൊക്കോയും തുറന്നു കൊടുക്കുന്നു. ഫോറിൻ വിദേശികളെ താമസിക്കാനും ഇവിടെ ഒസാക്കാല് ആൻഡ് ഏഡോയില് താമസിക്കാൻ പെർമിഷൻ കൊടുക്കുകയും എക്സ്ട്രാ ടെറിട്ടോറിയൽ പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ അതായത് ടെറിട്ടറിന്റെ കുറച്ചുകൂടെ അപ്പുറത്ത് മാറി, അതാണ് എക്സ്ട്രാ ടെറിട്ടോറിയൽ പ്രിവിലേജസ് കൊടുക്കുന്നു, അതൊക്കെ പെർമിഷൻ കൊടുക്കാൻ. മാത്രമല്ല പരസ്പരം ജാപ്പനീസിന്റെ റെപ്രസെന്റേറ്റീവ്സ് അവിടെയും അവരുടെ US ബാക്കി സൈൻ ചെയ്ത റെപ്രസെന്റേറ്റീവ്സ് ഇവിടെയും വരാനുള്ള പെർമിഷനാണ് കൊടുക്കുന്നത്. ഇത് US അടുത്ത് കൊടുത്തതിന് ശേഷം അവര് ബാക്കിയുള്ള യൂറോപ്യൻ നേഷൻസുമായിട്ടും ഇതേമാതിരിയുള്ള നയതന്ത്രപരമായിട്ടുള്ള സന്ധി സംഭാഷണങ്ങൾ നടത്തുകയും സൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് പോർട്ടിൽ മാത്രമല്ല ജാപ്പനീസിന്റെ കൺസെഷൻ ഏത് എമൗണ്ട് ചെയ്യേണ്ടത് ഫിക്സ് ചെയ്തു എമൗണ്ട്. അതായത് ഇമ്പോർട്ട്, പുറത്തുനിന്ന് സാധനങ്ങൾ അകത്ത് വരുന്നതിനാണ് ഇമ്പോർട്ട് എന്ന് പറയുക. ആ കസ്റ്റം ഡ്യൂട്ടിയും ഒരു ലോ റേറ്റ് കൊണ്ടുവരുമ്പോൾ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി, ആ ഡ്യൂട്ടി കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ ഒരു ലോ റേറ്റില്, ഒരുപാട് ഹൈ റേറ്റിൽ ഡ്യൂട്ടി ചാർജ് ചെയ്യാൻ പാടില്ല, കൺസെഷൻ ചാർജ് ചെയ്യാൻ പാടില്ല എന്നുള്ള ലെവലില് സന്ധി സൈൻ ചെയ്യുന്നു. ഇനി കൊമഡോർ പെരിന്റെ പീരീഡ് 3 periods ആയിട്ടാണ് വരുന്നത്, 3 ഗ്യാപ്പ് ആയിട്ടാണ് വരുന്നത്. ആദ്യത്തത് 1853 തൊട്ട് 58 വരെ. ഈ പീരീഡില് അവര് മിനിമം ആണ് ഫോറിൻ ഡിമാൻഡ് ഓപ്പൺ ചെയ്യാൻ ചോദിക്കുന്നത്. ഈ വിദേശികളുടെ നുഴഞ്ഞുകയറ്റവും ക്യാപിറ്റൽ ഈഡോയ്ക്ക് വരികയും അവിടെയും ഇമ്പീരിയൽ ക്യാപിറ്റലിലേക്ക് കയോട്ടോയിലേക്ക് എത്താനും ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന പീരീഡാണ് ആദ്യത്തെ പീരീഡ്. അപ്പൊ ബഫൂക്കോന്റെ ഒഫീഷ്യല് പറയുന്നുണ്ട്, ആർഗ്യുമെന്റ്സ് നടക്കുന്നുണ്ട്, യൊഹാമായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ടും ഫോറിനേഴ്സിനെ പുറത്തു നിർത്തൂ, അല്ലെങ്കിൽ വിദേശികളെ പുറത്തു നിർത്തൂ, പാലസിലേക്ക് കയറ്റരുത്, നമ്മളുടെ ഷറൈൻ ടെറിട്ടറിയിലേക്ക് അവരെ കയറ്റരുത്, അവര് പ്രൈവറ്റ് ആയിട്ടുള്ള ലാൻഡ് ലോഡ്സ് ആണ്, അവര് നമ്മളുടെ പ്രിസർവ് ചെയ്തിട്ടുള്ള നാച്ചുറൽ ഓർഡർ ഒക്കെ പോകും, മിനിമം കൺസെഷനെ കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഏറ്റവും മിനിമം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവരെ ഒരു ചെക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ ചീഫായ ബക്കോഫോ ഹൊട്ടാമഷോയി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കയോക്കോയില് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു കൺട്രി. പിന്നെ ബഫോക്കോ സൈൻ ചെയ്യുന്ന ട്രീറ്റി ഏതാണ്? 1858. ഇതിൽ ആ ട്രേഡ് ട്രീറ്റിയാണ് സൈൻ ചെയ്യുന്നത്. യൊക്കോഹാമ വിദേശ രാജ്യത്തുള്ളവർക്ക് താമസിക്കാനും, അതായത് എയ്ഡോ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്, 1859 തുടങ്ങി താമസിക്കാം, 88 സൈൻ ചെയ്യുന്നു, 59 തുടങ്ങി നിങ്ങൾക്ക് താമസിക്കാം എന്നുള്ള ഒരു പെർമിഷൻ അവിടെ കൊടുക്കുന്നു. ഇതേ സമയത്ത് തന്നെ ഒപ്പോസിഷൻ മൂവ്മെന്റ്സ് ഉണ്ട്. എംപററിന്റെ ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ ഈ മൂവ്മെന്റ് ഒക്കെ മാറ്റണം, അല്ലെങ്കിൽ ഇവരെ തുടച്ചു മാറ്റണം എന്നുള്ള മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഒപ്പോസിഷൻസ്, അതായത് എതിർപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി അടുത്ത സെക്കൻഡ് പീരീഡ് എന്ന് പറയുന്നത് പെറിന്റെ 1860 മുതൽ 64 വരെയാണ്. ഇവിടെ
എംപറർ തൻ്റെ അധികാരത്തിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോ വളരെ നമ്മൾ ഇന്നലെ കണ്ടു ഡയാമോ, ഈ ഗ്രേറ്റ് ഡയാമോ എന്ന് പറയുന്നവരെ എക്സ്പെൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ പവറില് ഡിസിഷൻ മേക്കിംഗ് കൗൺസിലിൽ കൊടുത്തിട്ട് കൗൺസിൽ പറഞ്ഞാൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പെർമിഷൻ കൊടുക്കണം. അപ്പൊ ഇതിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ ഈ അലയൻസില് കോർട്ടില് ഷോഗൻ ഗൊബോട്ടുഗാട്ടി ഇല്ലേ, ഇവരുടെ മൂവ്മെന്റ്സ് എന്താ? കൊളീഷൻ ആണ്. ഹൈ റാങ്കിങ് മെമ്പേഴ്സ്, നോബിൾ അതായത് രാജകുടുംബത്തിലെല്ലാ ഹൈ റാങ്കിങ് നോബിൾസുമായിട്ടും, സമുറായി എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞു, ലൈക്ക് സമുറായി എന്ന് പറയുന്നത് വാരിയർ ഗ്രൂപ്പ്, ഇവര് തമ്മിൽ ഒരുമിച്ച് നാഷണൽ യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ള ഒരു അലയൻസ് ആണ് അവര് ശ്രമിക്കുന്നത്. ഈ മൂവ്മെന്റ് കോയലീഷൻ കൊണ്ടിരിക്കാനും ഈ ഒരു നാഷണൽ യൂണിറ്റിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, വേറൊന്നുമല്ല. അപ്പൊ 1860 ഫോറിനേഴ്സ് അല്ലെങ്കിൽ വിദേശികൾ കാണുന്ന എക്സ്ക്ലൂഷൻ ഇമ്പീരിയൽ ക്യാപിറ്റൽ ആയ കയോട്ടോയില് കെനായി എന്ന് പറഞ്ഞ സ്ഥലത്തും അതിന്റെ സ്റ്റെപ്സ് എടുത്തിട്ട് ഡിഫൻസ്, അതായത് പ്രൊട്ടക്ഷനും ഡിഫെൻഡും ചെയ്യാൻ അവര് അകത്തോട്ട് കയറാൻ, ക്യാപിറ്റലിലേക്ക് കയറാണ്ടിരിക്കാൻ അവര് ഡിഫൻസ് ടെക്നിക്ക് ആണ് അവര് അഡോപ്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ പീരീഡിൽ. ഇനി രണ്ടാമത്തെ പീരീഡിൽ ഇതേമാതിരി തന്നെ ഈ ബഫൂക്ക് എഗ്രി ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ, അതായത് വിദേശികൾക്ക് ചില കാര്യങ്ങൾ, അതിൽ എല്ലാ സ്ഥലത്തും അല്ല താമസിക്കുന്നത്. കൊയോട്ടോയില് അവർ പെർമിഷൻ കൊടുത്തില്ല. 1865 കോടതി ഈ ട്രീറ്റികളൊക്കെ സംബന്ധിച്ച് റെഫ്യൂസ് ചെയ്തു. ഫോറിനേഴ്സ് അല്ലെങ്കിൽ വിദേശികൾ ഹോങ്കോങ്ങില് വന്ന് താമസിക്കാൻ പാടില്ല. അവിടെ ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെയും അവർക്ക് പാടില്ല. ബഫോക്കുല് ഇതേമാതിരി തന്നെ ടാരിഫ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ടാരിഫ്, വലിയ ടാരിഫിലേക്ക് കൊണ്ടുവരുന്നു. പ്രൊവിഷൻ കൊടുക്കാൻ ഓരോന്നിനും ടാരിഫ് കൂടുതൽ ഏറ്റക്കുറച്ചിൽ കാണുന്നു. അപ്പോ ഇത് കൂടാണ്ട് സത്സുമ ചൊക്കോഷു ഒരു ക്ലിയർ ആയിട്ടുള്ള ബംബാർഡ്മെന്റ് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ലെസൺ പറയാണ്. ആ ലെസൺ എന്താ പറയുന്നത്? ഈ ഫ്യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഇവരുടെ പോളിസികൾ, ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എക്സ്പെൽഷൻ, വിദേശികളെ പുറന്തള്ളണം. എന്നിട്ട് അത് മാത്രമല്ല, ഫോഴ്സ്ഫുൾ ആയിട്ട് നിർബന്ധമായും അവരെ പുറന്തള്ളണം. അത് മാത്രമല്ല, അവർക്ക് കൊടുക്കുന്ന കൺസെഷൻസ് ലിമിറ്റിംഗും ചെയ്യണം. ഇതാണ് പറയുന്നത്. 1865 ക്ലിയർ ആയിട്ട് സക്കാട്ടോ പറയുന്നു, അല്ലെങ്കിൽ ക്ലോസ്ഡ് കൺട്രി വേണം എന്നുള്ള ഒരു അഭിപ്രായം വരികയാണ്. ഈ വേർഡില് സക്കോഗു എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് കൺട്രി 1801 മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ട്രാൻസ്ലേഷൻ വന്നിട്ടുള്ളത് 17-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ ബുക്കില് ഒരു ജപ്പാനെ പറ്റി എഴുതിയിട്ടുള്ളതിൽ വന്നാണ് ക്ലോസ്ഡ് പോളിസി എന്നുള്ള ഒരു വേർഡ് അവിടെ യൂട്ടിലൈസ് ചെയ്ത് വരുന്നത്. ഇനി തേർഡ് പീരീഡില് പേര് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. 1865 മുതൽ 68 വരെ ഈ പീരീഡിൽ ഓപ്പൺ കൺട്രി പോളിസിയും അതേമാതിരി തന്നെ ന്യൂ ഓർഡറും കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഈ ഇമ്പറേറ്റീവായിട്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ജാപ്പനീസ് സൈൻ ചെയ്യണം, ട്രാവൽ ചെയ്യണം, കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം, അവര് പോയിട്ട് വിദേശങ്ങളിൽ പോയി പഠിക്കണം. ഈ മാറ്റേഴ്സ് ഒക്കെയാണ് നമ്മൾ ഈ മൂന്നാമത്തെ കാലഘട്ടത്തിൽ അവര് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഇതൊക്കെ ജാപ്പനീസ് ചെയ്തിരിക്കണമെന്ന് പറയപ്പെടുന്നു. അപ്പോ ഷോഗുൻ യോഷിനിബോ എന്താ പറയുന്നത്? നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ, ഇങ്ങനത്തെ ഒരു സമയത്ത് ഒറ്റയ്ക്ക് നിന്നാൽ, എല്ലാ ഇന്റർനാഷണൽ റിലേഷൻസിൽ ഒറ്റയ്ക്ക് നിന്നാൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നടന്നു പോവില്ല. അതെല്ലാം അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഒരു തെറ്റായിട്ട് വരും. നാച്ചുറൽ ഓർഡർ ഓഫ് തിങ്സിൽ നമ്മൾ നടന്നു പോവില്ല എന്നുള്ളതാണ് അഭിപ്രായം. ഈ സ്റ്റേറ്റ്മെന്റ്സിനെ വളരെ ഈസി ആയിട്ടും
ഇൻറ്റിഗ്രേറ്റ് ആയിട്ട് ഇന്റലക്ച്വൽ ട്രാൻസ്ഫർമേഷൻ വേണമെങ്കിൽ പറയാം. അപ്പോ ഈ ഡൗട്ട്സ് ഒക്കെ ട്രാൻസ്ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പ്രഷർ ഓഫ് സർക്കംസ്റ്റൻസസ്. ഏതെങ്കിലും കാരണവശാൽ സർക്കംസ്റ്റൻസിൽ അത് കൂടുതൽ വരുമ്പോൾ ആ ചോയ്സ് വരും. ആ ചോയ്സ് വരുമ്പോൾ അവർക്ക് പുതിയ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരികയും വേണം എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. ഇനി ഇതില് ഫ്രഞ്ചുകാരുടെ ഇൻട്രസ്റ്റ് എന്താ നോക്കാം. ഫ്രഞ്ചിനും ജാപ്പനീസ് അഫയേഴ്സിൽ ഇന്റർഫിയർ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ അവരും ബഫൂക്കുവിൽ വന്ന് അന്വേഷിക്കുകയും ബഫൂക്കുമായിട്ട് ശ്രമിക്കുകയും ബ്രിട്ടീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന സത്സുവ ആൻഡ് ജോഷു വഴിയും അവർ ശ്രമിക്കുന്നു. അപ്പൊ ഫ്രഞ്ച് കണക്ഷൻ 1864 ഒരു ഒഫീഷ്യലിനെ പാരീസിലേക്ക് അയക്കുകയാണ്, ബഫൂക്ക് ഒഫീഷ്യലിനെ. എന്നിട്ട് ലിയോൺ റോച്ചസ് ജപ്പാനിലേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുന്നു. റോച്ചസ് എന്താ ചെയ്യുന്ന വെച്ചാല് പതുക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫ്രഞ്ചിന്റെ പോളിസികൾ വർക്ക് ചെയ്ത് തുടങ്ങി കൺസൾട്ട് ചെയ്യുന്നു. അതിന്റെ കാര്യങ്ങൾ ഇവിടത്തെ വെസ്റ്റേൺ പവേഴ്സിന്റെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ജാപ്പനീസിന്റെ അറ്റാക്കില്, ജാപ്പനീസ് ഫോറിൻ വിദേശികൾക്ക് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് കൊണ്ടുവരാണ്. ലോൺസ് ബഫൂക്കുവിന് യുകാഷ സരൻസൽ എന്ന് പറഞ്ഞ ഒരു ജോയിന്റ് ഫ്രാങ്കോ ഫ്രഞ്ചുമായിട്ടുള്ള ഒരു ട്രേഡിംഗ് കമ്പനി ഫ്ലോട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇറക്കാനും അവര് ശ്രമിക്കുന്നു. കാരണം ഇങ്ങനെ വന്നാൽ മാത്രമേ അവർക്ക് പിന്നെയും നടത്താൻ പറ്റുള്ളൂ. ഇനി ഫൈനാൻഷ്യൽ ഹെൽപ്പ് കിട്ടുമോ, അല്ലെങ്കിൽ നമ്മളുടെ ആയുധങ്ങൾ കിട്ടുമോ, മിലിറ്ററി ഹെൽപ്പ് കിട്ടുമോ? അപ്പൊ വാറ് വരാണ് കോഷുവിന്റെ അടുത്തേക്ക്. അപ്പോഴത്തേക്കും ഈ ലെവലിൽ വരുമ്പോൾ സപ്ലൈ ഓഫ് ഗൺസ് വേരിയസ് ഗ്രൂപ്പിനുണ്ട്. മിലിറ്ററി ഹെൽപ്പ് എന്ന് പറയാം. ആ മിലിറ്ററിന്റെ സഹായം കിട്ടുമോ, അത് മാത്രമല്ല പണവിഷയമായിട്ടും കിട്ടുമോ എന്നുള്ളതാണ് പേടി വരുന്നത്. ഈ പേടിയിലെ റൂമേഴ്സ് വരുന്നുണ്ട്. ഡയാമോ എന്ന് പറഞ്ഞ ലാൻഡ് ലോർഡ്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ടും മിലിറ്ററി സപ്പോർട്ടും മേടിക്കുന്നുണ്ട്. അപ്പോ കറ്റ്സു കൈഷു എന്ന് പറയുന്ന ബക്കാഫ് ഒഫീഷ്യല് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, ഇങ്ങനെ ഒരു ഇംഗ്ലണ്ടിനെ ഒരു ടൈഗറിനായിട്ട് സാമ്യപ്പെടുത്തിയിട്ട് വാൺ ചെയ്യാണ്, നമ്മുടെ ആൾക്കാര് അവരോട് നിന്ന് പണം വാങ്ങരുത്, ഫ്രഞ്ചിൽ നിന്ന് പണം വാങ്ങരുത്. കാരണം ഫ്രഞ്ചിന്റെ പൈസ ഞങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ഒരു കുറുക്കന്റെ രൂപത്തിൽ അവര് നമ്മളെ ട്രാപ്പിൽ കൊണ്ടുപോകുന്നെന്ന് പുള്ളി വാൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് കൂടെ പതുക്കെ ക്രിസ്ത്യാനിറ്റി അകത്തേക്ക് കയറുകയാണ് ജപ്പാനില്. ക്രിസ്ത്യാനിറ്റി വരുമ്പോഴത്തേക്കും അവരുടെ റിലീജിയൻ നമ്മൾ നേരത്തെ കണ്ടു ബുദ്ധിസമാണ്. അപ്പൊ ഈ ക്രിസ്ത്യൻ മിഷണറീസും അവരുടെ റിലീജിയൻ അവർ ബാൻ ചെയ്യും, വരാൻ പാടില്ല. ഇതേമാതിരി പുറത്തുനിന്ന് വിദേശികളായ ക്രിസ്ത്യൻസ് താമസിക്കുകയും അവരുടെ ഈ പ്രാക്ടീസ് ചെയ്യാൻ ട്രീറ്റിയിൽ കൂടെ അവർക്ക് വരാനുള്ള സൗകര്യവും താമസിക്കാനുള്ള സൗകര്യം ഈ ട്രീറ്റിയിൽ കൂടെ സൈൻ ചെയ്ത് മേടിക്കുന്നു. അപ്പൊ എന്ത് പറ്റും, മിഷണറീസ് വർക്കിന് വേണ്ടിയിട്ട് വരാൻ തുടങ്ങി. പതുക്കെ ക്രിസ്ത്യൻ മിഷണറീസ്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിൽ അവര് ക്രിസ്ത്യൻ മിഷണറീസ് വന്നിട്ടുണ്ട്, അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല വർക്ക് ചെയ്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും മതപരിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഫ്രഞ്ച് മിഷണറീസും ഒരു നാഗസാക്കിയിൽ ഒരു ചർച്ച് ഓപ്പൺ ചെയ്തു 1865. അതേമാതിരി തന്നെ പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങി. ജാപ്പനീസിന്റെ ഒഫീഷ്യൽസ് പറഞ്ഞു, ഈ റെപ്രസെന്റേറ്റീവ് ലിയോൺ റോച്ചേഴ്സ്, മിഷണറീസ് വന്ന് വില്ലേജുകളിൽ എല്ലാം വീടുകൾ കയറി സംസാരിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് ഗോൾഡ് സിൽവർ മേടിക്കുകയും അവരുടെ ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് പുള്ളി പറയുകയും ജാപ്പനീസ് ഒഫീഷ്യൽ പറയുകയും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നിർത്തണമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഈ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് വന്നപ്പോൾ ലോക്കൽ ആയിട്ടുള്ളവരുമായിട്ട് ജാപ്പനീസുമായിട്ടും വിദേശികളുമായിട്ടും ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. ഇനി ഡിബേറ്റ് വരുന്നു, അതായത് വിശകലനം ചെയ്യാണ്.
ആന്റി ഫോറിനിസത്തിനെ പറ്റി അവർ വിശകലനം ചെയ്ത് വലിയ വിധത്തിൽ ചർച്ചകൾ നടത്തുകയും അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ആ ക്വസ്റ്റ്യൻ വഴി അവരുടെ സ്ട്രെങ്ത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. എത്രത്തോളം ഇവർ ചാലഞ്ച് ചെയ്യുന്നു എന്നുള്ളത് അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അതായത് ഡിബേറ്റ് അല്ലെങ്കിൽ ചർച്ചകൾ നടത്തി. കോസ്റ്റൽ ആയിട്ടുള്ള ഡിഫൻസ് കൂടുതലായിരിക്കണം, ആംസ് ആൻഡ് എമ്യൂണിഷൻസ് കൂടുതലായിരിക്കണം, മോഡേൺ ട്രെയിനിങ് കിട്ടണം നമ്മുടെ സോൾജേഴ്സിന്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർ അതിനെപ്പറ്റി വിശകലനം ചെയ്യുകയും വിദേശം കാണിക്കുകയും ചെയ്തു. ഇതിന്റെ കൂടെ തന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഗ്രോത്ത്, സയൻസ്, റിലീജിയസ് സിസ്റ്റംസും ഇതിനെപ്പറ്റി, അതായത് മതപരമായിട്ടും ഉള്ള ഇതിനെപ്പറ്റിയും അവര് ചർച്ചകൾ കണ്ടുപിടിച്ചു. മീജി റെസ്റ്റോറേഷൻ സമയത്ത് ബഫോക്കോലിന്റെ എംപറർ തിരിച്ച് പവർ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനാണ് മീജി റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡയാമോസ് എന്ന് പറഞ്ഞ, നേരത്തെ ഞാൻ പറഞ്ഞു ഡയാമോസിന്റെ കാര്യം, അവര് സത്സുമയും ദോഷവും മേജർ റൂളില് പറയുന്നുണ്ട്. ഔട്ട്സൈഡ് ദ ലോർഡ്സ്, അവര് പുറത്തുള്ളവരാണ്. അവര് ലോർഡ് എന്ന് വെച്ചാൽ ലാൻഡ് ലോർഡ്. ഈ തൊക്കുഗാവ യോഷിയോമനോ ഒറിജിനൽ നെയിം കിക്കിതാണ്. അപ്പൊ 1866 മുതൽ 67 വരെ ഒരു ഇമ്പീരിയൽ എഡിക്ട് ജനുവരി 1868 എടുക്കുന്നു. അതിൽ ഈ ഫോർമൽ ആയിട്ടുള്ള ലോങ് റൂൾ ഓഫ് തൊക്കുഗാവ തീരുന്നു എന്ന് അവർ അറിയിക്കുന്നു. ഏപ്രില് കോർട്ട് അനൗൺസ്മെന്റ് ആണ് വരുന്നത്, ചാർട്ടർ ഓഫ് ഓത്ത്. ഈ ഓത്തിൽ കൂടെ പുതിയ ഗവൺമെന്റ് വരാൻ പോണു. ഒക്ടോബർ 1868 എംപററിലെ സെലക്ട് ചെയ്തിട്ട് വരും. എൻലൈറ്റൻഡ് ആയിട്ടുള്ളവര്, അതായത് ബുദ്ധിപരമായിട്ട് റൂൾ ഉള്ളവര്, മീജിന്റെ റെയിൻ തീരുന്നു എന്നുള്ളതാണ് അവര് അറിയിക്കുന്നത് ആ കോർട്ട് മുഖാന്തരം. ഇനി റെസ്റ്റോറേഷൻ നടക്കുകയാണ്. റെസ്റ്റോറേഷൻ ഓർ റിഷിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവൈവൽ, പുതിയതായിട്ട് ഒന്ന് എടുക്കുക അല്ലെങ്കിൽ പരിണാമം മാറ്റിയെടുക്കുക. അങ്ങനെ എഴുതുന്ന ഒരു റിവൈവൽ. സത്സുമയും ഷോഷുവും ആണ് അവർ ഏരിയയിലാണ് വരുന്നത്. ഈ സപ്പോർട്ടില് സമുറായി അല്ലെങ്കിൽ വാരിയർ ഗ്രൂപ്പും വലിയ റിച്ച് ആയിട്ടുള്ള റൂറൽ ഗ്രൂപ്പും തോക്കുവ സിസ്റ്റം ഇൻക്രീസ് ആയിട്ട് വരുന്നതിൽ റെസ്ട്രിക്ട് ചെയ്യുന്നു. ഈ ഗ്രൂപ്പ്സ് എന്താ വിഷ് ചെയ്യുന്നത്? പവർ ഷെയർ ചെയ്യണം. ഫോറിൻ പവറും പ്രഷറും ബഫോക്കൊക്കെ ഒരു പൊസിഷൻ കൊടുത്ത് അവര് അസെർട്ട് ചെയ്തിട്ട് നമ്മള് ശ്രമിക്കണം എന്നുള്ള ഒരു അസെപ്റ്റേഷൻ അവിടെ കൊടുക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ സന്ധി സംഭാഷണം. സന്ധിയിൽ കൂടി കനകാവ 54 ഫോറിൻ റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അൺഈക്വൽ ട്രീറ്റീസ് ചൈനയായിട്ടുമുള്ള ഒരു ട്രീറ്റിയാണ്. ഇത് പ്രഷർ വരുമ്പോൾ ഓപ്പൺ ട്രീറ്റി നടത്തുകയും അതിൽ കൂടെ ക്രൈസിസ് കൂടുതലായിട്ട് തൊക്കുഗാമ തിരിച്ചു വരികയും ചെയ്യുന്നു. ക്രിട്ടിക്സ് അവര് തൊക്കുഗാമയെ പറ്റി ക്രിറ്റിസിസം നടത്തുകയാണ്. സത്സുമ ചോഷു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ലോർഡ്സിനെ അല്ലെങ്കിൽ ഇവരെ പുറത്തു നിർത്തണം. അത് മാത്രമല്ല ലാൻഡ് റവന്യൂവും ഒക്കെ അവര് വഴി വായിക്കാൻ പാടില്ല, അവരെ എക്സ്ക്ലൂഡ് ചെയ്യണം ആ ഡിസിഷനിൽ നിന്ന് പറയുന്നു. ഇതേമാതിരി തന്നെ അവരുടെ തൊക്കുഗോവ ഏരിയയില് ടെറിട്ടറി എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോ ഈ ലാൻഡ് ലോർഡായ ഡയാമോ അവർ തിരിച്ചും അവര് ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഈ തയ്യാറെടുപ്പിൽ കൂടെ പലവിധ ചർച്ചകളും പലവിധ എക്സ്പെരിമെന്റ് നടത്തി ഒരു മോഡൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുമ്പോൾ അധികാരമുണ്ട്. മൊണാർക്കി എന്ന് വെച്ചാൽ പദവിയുണ്ട്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പവർ കൺട്രോൾ ചെയ്യുന്നത് പാർലമെന്റ് ആയിരിക്കും. 1890 അതിനെ രൂപീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഓൾട്ടർനേറ്റീവ് ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അതായത് ഇപ്പോഴും ബ്രിട്ടനിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കിയാണ്. പവർ രാജാവിന്റെ കയ്യിലല്ല, പ്രൈം മിനിസ്റ്ററുടെ കയ്യില. പക്ഷെ മൊണാർക്ക് എന്നുള്ള രാജഭരണത്തിനെ അവര് റെസ്പെക്ട് ചെയ്യുന്നു. ഇതിലാണ് ഡയാമോ ഇങ്ങനെ കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഹാൻഡ് റൂളേഴ്സ് ഒക്കെ റിഫോംസിന് പുതിയതായിട്ടുള്ള സ്ട്രക്ചറിൽ കൊണ്ടുവരുമ്പോൾ ഏതൊക്കെ വിധത്തിൽ ഫൈനാൻസ് റീകൺസ്ട്രക്ഷൻ സ്ട്രക്ചർ ചെയ്യാം എന്നൊക്കെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ആൻഡ് തേർഡ് മോഡലിൽ കൂടെ റേറ്റോ സിസ്റ്റത്തില് ഇമ്പീരിയർ സിസ്റ്റം വരികയാണ്. ഇത് കഴിഞ്ഞിട്ട് തേർഡ് മോഡൽ വെസ്റ്റേൺ കൺട്രിമാര് കൊണ്ടുവന്ന് അവർ നിർത്തുന്നു. ഷൊഗൻ ഷിമോഗോല് അതേമാതിരി തന്നെ ലീഡേഴ്സ് കൊണ്ടുവരുന്നുണ്ട്.
മോഡേൺ ജപ്പാൻ കൊണ്ടുവരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. അനാലിസിസ്, ഈ നമ്മളുടെ മേജർ റെസ്റ്റോറേഷനിൽ ഒരു അനാലിസിസ് ബ്രിട്ടീഷ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് നടത്തുന്നുണ്ട് 1920. അതിനുശേഷം ഇതിനെ ഡിവൈഡ് ചെയ്ത് പല ലേബർ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, കോസ ഗ്രൂപ്പ്, മേജർ റെസ്റ്റോറേഷന് എംബ്രർ സിസ്റ്റം കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു. കിറ്റ കിക്കി എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസ് ആണ്, അവിടെ റവല്യൂഷണറി ഇൻഫ്ലുവൻസ് ആണ് വരുന്നത്. ഇനി EH നോർമാനും ഇതേമാതിരി ഇന്റർപ്രിട്ടേഷൻസ് കൊടുത്ത് ലോവർ ദ സമുറായിസ് എന്ന് വെച്ചാൽ അവരെ തരം താഴ്ത്തു എന്നുള്ള ലെവൽ പറഞ്ഞു കൊണ്ടുവരുന്നു. ഇനി ഡിബേറ്റ് റെസ്റ്റോറേഷൻ നടക്കുമ്പോൾ ഈ റെസ്റ്റോറേഷൻ വിധം ലോവർ സമുറായിലും അപ്പർ സമുറായിലും കുറച്ച് കൊണ്ടുവരാണ്. അത് കഴിഞ്ഞിട്ട് ഷിബാര തെക്കോസി വരുന്നു, ഓൺറാഡ് ആർഗ്യൂ ചെയ്യുന്നു കോമണേഴ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. റെസ്റ്റോറേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോവുകയും അതിൽ കൂടെ അവര് ലാസ്റ്റ് ആയിട്ട് സമുറായിന്റെ പവറിനെ പറ്റി ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്തതും അതേമാതിരി റെസ്റ്റോറേഷൻ ചെയ്തതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. ഓക്കെ, ഇനി സിവിലൈസേഷൻ കൊണ്ടുവന്നിട്ട് വെസ്റ്റേണൈസേഷനിലേക്ക് കൊണ്ടുവരാണ്. വെസ്റ്റേണൈസേഷൻ എന്ന് വെച്ചാൽ മറ്റേ രാജ്യത്തെ മാതിരി നമ്മുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരിക, അത് ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഒരു പുതിയതായിട്ടുള്ള ഒരു ജാപ്പനീസ് ഗവൺമെന്റിനെ ഫോം ചെയ്യുക, അവിടെ പൊട്ടൻഷ്യൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പോകുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് 4ാമത്തെ ചാപ്റ്ററായ ഈ മേജർ പൊളിറ്റിക്കൽ ഓർഡറിൽ എങ്ങനെ അവർ കൊണ്ടുവരുന്നു എന്ന് നോക്കാം. ഇതില് പവറില് വേൾഡ് എക്കോണമിയാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നത്. അതേമാതിരി മിലിറ്ററി കപ്പാസിറ്റി, ഇമ്പീരിയൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരാനും അതേമാതിരി തന്നെ ഡയാമോന്റെയും സമുറായിന്റെയും പ്രിവിലേജസ് ഒക്കെ കുറച്ച് കൊണ്ടുവരും. ഈ കുറച്ച് കൊണ്ടുവരുമ്പോൾ അവരുടെ കാര്യങ്ങൾക്കുള്ള പണം അല്ലെങ്കിൽ പ്രൈവറ്റ് അല്ലെങ്കിൽ ബിസിനസ് എന്തും സെപ്പറേറ്റ് വേണമെന്നുള്ള വരിക. അത് മാത്രമല്ല ഈ ഗവൺമെന്റ് വന്നിട്ട് അബോളിഷ് ചെയ്യുന്നു, അതായത് നിർത്തലാക്കാണ്. അതായത് പെർഫെക്ച്വൽ സിസ്റ്റത്തിൽ ജപ്പാനിൽ ഉണ്ടായിരുന്ന സെൻട്രലൈസ്ഡ് അതോറിറ്റിനെ അവർ നിർത്തുന്നു, വെസ്റ്റിലെ ഫോറിൻ കൺട്രികളിൽ കാണുന്ന മാതിരി. പിന്നെ കാണുന്നത് ഒരു നാഷണൽ ആർമീനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പുതിയതായിട്ട് ഒരു നാഷണൽ ആർമി ഗവൺമെന്റ് ഉണ്ടാക്കിയെടുക്കുന്നു. യമാട്ട അരിമോട്ടോ ഇതിലെ പ്രൊപ്പോസൽസ് കൊണ്ടുവരുന്ന മിലിറ്ററി ഫോഴ്സസ് എത്രത്തോളം ലീഡ് ചെയ്തോ മിഡിൽ ലീഡേഴ്സ്, അതേമാതിരി തന്നെ ഓർഗനൈസേഷൻസ് കൊണ്ടുവരുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, വില്ലേജേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നു, ഒരു നല്ലൊരു ഫോഴ്സിന്, റിസർവ് ആയിട്ടുള്ള ഒരു ഫോഴ്സിനെ ഉണ്ടാക്കുന്നു. അപ്പോ പുള്ളി പറയുന്നത്, യമോട്ടോ പറയുന്നത്, നമ്മളുടെ വീട്ടിൽ നമ്മളുടെ രാജ്യത്ത് നല്ലൊരു ഡിഫൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഈ കോൺസെപ്ഷണൽ ലോ ഇത് വെച്ചാൽ നിർബന്ധമായിട്ടുള്ള ലോ 1873 ജനുവരി 10 ഈ കൺസെപ്ഷൻ ലോ എന്ന് പറയുന്നതിന്റെ അർത്ഥം എല്ലാ പ്രായമായവരും അഡൽട്ട് 20 വയസ്സിന് മേലുള്ളവര് 3 വർഷം ആക്റ്റീവായിട്ട് മിലിറ്ററിയിൽ സർവീസ് ചെയ്തിരിക്കണം, പിന്നെ 4 വർഷം റിസർവ് സർവീസിലും ചെയ്തിരിക്കണം. അപ്പൊ അതായത് യൂത്തിനെ പിടിച്ചിട്ട് മിലിറ്ററിയിൽ നിർബന്ധിതമായിട്ട് ചേർക്കുക, അവരുടെ വർക്ക്, അവരുടെ ആരോഗ്യം ഉപയോഗിച്ച് നല്ല വിധത്തിൽ ആർമി ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് കൺസ്ക്രിപ്ഷൻ ലോയില്. ഇത് 6 ആർമി ഡിസ്ട്രിക്റ്റ് ആയിട്ട് മാറ്റുന്നു, 31,000 ആൾക്കാരെ വെച്ചിട്ട്. ഈ ലോയില് എല്ലായിടത്തും ഈ ലോ യൂണിഫോം ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതിനുശേഷം ഇന്റേണൽ ഡിസ്റ്റർബൻസ് വരുമ്പോഴോ, അതായത് അകത്തോ പ്രശ്നം വന്നാലോ പുറത്ത് പ്രശ്നം വന്നാലോ, ഈ അഫയേഴ്സ് ഒരു മിനിസ്ട്രി ഉണ്ടാക്കുന്നു. ആ മിനിസ്ട്രി അഫയേഴ്സ് ആണ് ഹൊബോഷു എന്ന് പറയും. 1869 ഉണ്ടാക്കുകയും അതുവഴി ഈ ബ്യൂറോക്രാറ്റിക് ബൂർഷ്വായിത്വ സ്ട്രക്ചറിലേക്ക് അതിന് അവര് സ്റ്റാഫായിട്ട് പ്രൊഫഷണൽ ഓഫീസേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യും, അവര് വഴി കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഫ്രാങ്കോ പ്രഷ്യൻ വാറിൽ എന്താണ് നടക്കുന്നത് വെച്ചാല് ഈ ഇൻഫ്ലുവൻസ് പ്രഷ്യ, അതേസമയം പ്രഷ്യൻ വാറിൽ 1870-71 പ്രഷ്യ സക്സസ് ആയി ആ വാറില്. ആ മോഡല്, ഫ്രഞ്ച് മോഡല് പ്രഷ്യയില് ഓർഗനൈസ് ചെയ്ത ആർമിനെ കൊണ്ട് നടത്തിക്കുന്നു. അപ്പൊ ഇതേമാതിരിയുള്ള ഫ്രഞ്ച് മോഡലില് ആദ്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്താലും പിന്നെ അവർ മാറ്റുന്നുണ്ട്. ഇതിലെ തന്നെ ഒരുപാട് ആൾക്കാരെ കൂട്ടി ഈ നേരത്തെ പറഞ്ഞ മാതിരി ആർമി ഫോഴ്സ് കൂട്ടി കൊണ്ടുവന്നിട്ട് കൂടെയും
അൺഎംപ്ലോയിഡ് സമുറായിക്കൊക്കെ അവർക്കൊരു റിക്രൂട്ട് ചെയ്യുകയും അവരെ ജാപ്പനീസ് ട്രൂപ്പിൽ കൊണ്ടുവരികയും ചെയ്യുന്നു 1880. ഇനി ഇതിലെ ടാക്സും പെൻഷനും പറയുമ്പോൾ ഈ സമുറായി എന്ന് പറയുന്ന ഗ്രൂപ്പിന് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. അവർക്ക് ലാൻഡ് ടാക്സ്, ഈ ടാക്സ് ചെയ്യുമ്പോൾ തൊക്കുവാഗരീഡില് കൊടുത്തിരുന്ന ടാക്സ് ഒക്കെ റൈസ് ആയിട്ടും ലോക്കൽ കസ്റ്റംസ് വഴിയായിരുന്നു. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നം വന്നപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തു മാർച്ചിൽ. എന്നിട്ട് ഒരുവിധമായ ലാൻഡും വിൽക്കാൻ പാടില്ല, അതിന് ലാൻഡ് സ്ഥലം വിൽക്കുന്നതിനെ നിർത്തി. പിന്നെ ഡിബേറ്റ്സ് ചർച്ച നടത്തി എത്രത്തോളം ടാക്സ് പേയ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ് നടത്തുന്നത്. ആ ടാക്സ് 4%, അതായത് ലാൻഡിന്റെ പ്രൊഡക്ഷന്റെ 4%. ഇതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പോവാണ്ട് അവര് ഇഫക്റ്റീവ് ആയിട്ട് അത് സ്റ്റേബിൾ ആയിട്ട് അവരുടെ ഗവൺമെന്റിന് അതൊരു ഇൻകം റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റി. ഇനി കമ്മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന പെൻഷൻ അല്ലെങ്കിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷന് ഒരു സിസ്റ്റമാറ്റിക് ആക്കുന്നതിനാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയാം. അവർക്ക് ശമ്പളം അല്ലെങ്കിൽ കിട്ടുന്നുണ്ട്, അതിന്റെ പ്രിവിലേജ് ഓരോ വർഷത്തിൽ ഇപ്പൊ നമ്മൾ റിട്ടയർമെന്റ് ടൈമിൽ നമ്മളുടെ പെൻഷനെ പറ്റി കമ്മ്യൂട്ടേഷൻ ചെയ്യാറുണ്ട്. നമുക്ക് ഒരുമിച്ച് ഒരു സം മേടിക്കാം, അല്ലെങ്കിൽ കുറച്ചായിട്ട് മേടിക്കാം, ഫുൾ പെൻഷൻ മേടിക്കാം. ഈ മിനിസ്ട്രി, ഫൈനാൻസ് മിനിസ്ട്രി ഉണ്ടാക്കി അതിൽ വഴി ടാക്സ് എങ്ങനെ എടുക്കാം, എത്ര പെൻഷൻ കൊടുക്കാം, എത്ര കൊല്ലം കുറയ്ക്കാം, ഇതൊക്കെ ഇൻക്രീസ് വരുമ്പോ അവർക്ക് എൻകറേജ് ചെയ്യുന്നു ഗ്രോത്ത്. അത് മാത്രമല്ല ഈ പ്രപ്പോസൽസ് വഴി മാർച്ചില് 1876 മാർച്ചില് ഈ സ്റ്റൈപ്പൻഡ്, കമ്മ്യൂട്ടേഷൻ വഴി കിട്ടുന്ന സമുറായിക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു സഹായം കിട്ടുന്നത് കമ്പൽസറി ആക്കുകയും, അപ്പൊ എല്ലാ സമുറായിക്കും ഈ കമ്മ്യൂട്ടേഷൻ സ്റ്റൈപ്പൻഡ് നിർബന്ധമായിട്ട് കൊടുക്കണമെന്ന് അവര് ഓർഡർ ഇട്ടു 1876. അപ്പൊ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഹോൾഡർ ഉള്ള ആള് കൂടെയും ഒരു 14 ടൈംസ് ആണ് കൂടുതലായിട്ട് ആനുവൽ വാല്യൂല് കൂടുന്നത്. അത് മാത്രമല്ല 7% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂട്ടി. അപ്പോൾ ലാർജർ ആയിട്ടുള്ള സ്റ്റൈപ്പൻഡ് മേടിക്കുന്നവർക്ക് ബോണ്ടും കൊടുത്തു. 5 കൊല്ലത്തെ ബോണ്ട് വെച്ചിട്ട് ആനുവൽ വാല്യൂല് ആ 5 കൊല്ലത്തെ ബോണ്ടിന് പിന്നെ അതിന്റെ മേലെ ഒരു 5% കൂട്ടുക. അപ്പൊ സമുറായിക്ക് കിട്ടുന്നത് അനുസരിച്ചിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും. ഇനി സത്സുമ റെബല്യനില് ഈ കമ്മ്യൂട്ടേഷൻ പറഞ്ഞ സ്ഥാനം സമുറായി സ്റ്റൈപ്പൻഡ് റിഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും അവര് ഗവൺമെന്റിന്റെ 30% കുറഞ്ഞു. അപ്പൊ 30% കുറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ഡിസ്റ്റർബൻസ് ആണ് വരുന്നത്. സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടും പ്രോബ്ലംസ് വരുന്നു. ഇക്കണോമിക് ഗ്രൂപ്പ് അവർക്ക് അതിനെ പറ്റിയുള്ള സമുറായിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പുതിയ ലോ അല്ലെങ്കിൽ പുതിയ ഗവൺമെന്റ് എഗെയിൻസ്റ്റ് ആയിട്ട് റബല്യസ് ആയിട്ട് നടക്കുകയാണ് 1874. അതിനാണ് ഈ റബല്യൻ എന്ന് പറയുന്നത്. മീജി ലീഡറായ ഈ ഹാൻ ആണ്, സത്സുമ ആണ് ഇതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത്. ഇനി വെസ്റ്റേർഡൈസ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഈ ചേഞ്ചസ്, പുതിയ ചേഞ്ചസ് വന്നിട്ട് അവരുടെ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത ബേസിസ് നേച്ചർ ഓഫ് ദ റൂൾ ആണ് പോകുന്നത്. ലാൻഡ് ലോർഡായ ഡയാമോവും അപ്പർ സമുറായും അതേമാതിരി തന്നെ നോബിൾസും അവരുടെ പവറൊക്കെ പോകുമ്പോഴത്തേക്കും ആ പവർ പോകുമ്പോൾ അവർക്ക് ഇക്കണോമിക്കലി പ്രശ്നം വരും. ലോവർ ലെവലിലുള്ള സമുറായിസിനെ മെർജ് ചെയ്തു എന്ന് വെച്ചാൽ അവരെ കർഷക ഗ്രൂപ്പിലും മറ്റുള്ള ലാൻഡ് ലോർഡിന്റെ ഗ്രൂപ്പിലും മെർച്ചൻസിലുമായിട്ട് ഇവരെ മെർജ് ചെയ്തെടുത്തു. അതായത് ബൂർഷ ഗവൺമെന്റിലേക്ക് മാറ്റി മിലിറ്ററി ഫോഴ്സിലേക്ക് മാറ്റുന്നു. ഈ പവർ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോഴും, സെൻട്രലൈസ്ഡ് ആയിട്ട് വരുമ്പോഴും, കൺട്രോൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം വരുമ്പോഴും എംപറർ ആണ് ടോപ്പില്. അതാണ് അവിടുത്തെ വ്യത്യാസം. കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി. പക്ഷെ മൊണാർക്കി എംപറർ ടോപ്പിലിരുന്നാൽ കൂടിയും അവിടെ ഈ ബൂർഷയിലുള്ളവരും ആംഡ് ഫോഴ്സസ് ആണ് കൺട്രോൾ ചെയ്ത് വന്നിരുന്നത്. ഈ കാലഘട്ടത്തിൽ ഈ വ്യത്യാസങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് നമ്മൾ പേര് വിളിക്കുന്നു. അൺഈക്വൽ ട്രീറ്റീസ് ആണ് മാറ്റുന്നത്.
ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് മോഡേൺ നേഷനായിട്ട് മാറ്റി ഒരു വെസ്റ്റേൺ തരത്തിലേക്കാണ് നമ്മൾ ശ്രമിച്ചു കൊണ്ടുപോകുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമേഷൻ ഇതെങ്ങനെ ഉണ്ടാക്കാം? ഈ പറഞ്ഞ മാതിരി കോൺസ്റ്റിറ്റ്യൂഷൻ, മൊണാർക്കിക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണം. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ വേണം? അതായത് നമ്മൾ ഒരു ഭരണഘടന എന്നാണ് പറയുക കോൺസ്റ്റിറ്റ്യൂഷൻ. 17 ആർട്ടിക്കിളില് ഭരണഘടനയിൽ കൂടെ ഷോട്ടു താഷി ഇൻ 1604 AD ഈ പുതിയതായിട്ടുള്ള ഭരണഘടനയ്ക്ക് വെസ്റ്റേൺ, അതായത് പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഈ ചൈനീസിന്റെയും ഐഡിയാസ് എടുത്തിട്ടാണ് അവർ കമ്പൈൻ ചെയ്യുന്നത്. ഈ മീജി പീരീഡിൽ ഉണ്ടായിരുന്ന ഡെലിബറേറ്റീവ് ആയിട്ടുള്ള അസംബ്ലീസ്, ഫ്യൂഡൽ ലോർഡ്സിന്റെ അസംബ്ലീസ് ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെ ട്രഡീഷൻ, പബ്ലിക് അതോറിറ്റി ഉണ്ടായിരുന്നു, കോഗ ഉണ്ടായിരുന്നു. പല വിധത്തിലുള്ള വിദ്വാൻമാർക്ക് ബേസിസില് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം. നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ 2 കൊല്ലം എടുത്തു ഉണ്ടാക്കിയ നമുക്ക് കാണാൻ പറ്റും. ഡിസ്കഷൻസ്, എല്ലാ ഡിസിഷനും പെട്ടെന്ന് ഒരു ഡിസ്കഷൻ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പാടില്ല. എല്ലാം വിചാരിച്ച് ഡിസ്കഷൻ ചെയ്ത് ചർച്ച ചെയ്തതിനു ശേഷമേ നടപ്പിലാക്കാൻ പാടുള്ളൂ. ഇതാണ് ഈ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡിൽ വരുന്നത്. ഈ ഷോഗൻ പീരീഡിലും ഇത് ഫ്യൂഡൽ സിസ്റ്റം ഉണ്ടായിരുന്നത്. പക്ഷെ അത് പ്യുവറായിട്ട് ഓട്ടോക്രാറ്റിക് ആയിരുന്നു. ഏത് ഫ്യൂഡൽ ലോർഡിനും എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളത് മാറി ഡിസ്കഷനിൽ കൂടിയും അല്ലെങ്കിൽ ചർച്ചകളിൽ കൂടിയും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഭരണഘടന പറയുന്നത്. ഇനി ഭരണഘടന ഫോർമേഷനാണ്. ഭരണഘടനയെ ഫോർമേഷൻ കൊണ്ടുവരുമ്പോൾ ഒരു ഫ്യൂച്ചർ ചേഞ്ചസില് 1868 ചാർട്ടർ ഓഫ് ഓത്ത് ഇഷ്യൂ ചെയ്യുന്നത് എംപററാണ്, രാജാവാണ് ഇഷ്യൂ ചെയ്യുന്നത്. എന്നാണ് 6-ാം തീയതി. 5 ആർട്ടിക്കിൾസ് ഉണ്ട്. ഈ 5 ആർട്ടിക്കിൾസ് വെച്ചിട്ടാണ് ഈ രാജാവ് ഈ ഭരണഘടന പുറത്തിറക്കുന്നത്. അതില് പ്രോമിസ് ചെയ്തിട്ടുള്ളത് ആദ്യത്തത് ഒരു അസംബ്ലി ഉണ്ടാവും. ആ അസംബ്ലി വഴി നടത്തുന്നു. അപ്പോ ഇതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസ്, അല്ലെങ്കിൽ ഭരണഘടനയുടെ ബേസ് അതാണ്. അപ്പൊ അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എന്തും നമുക്ക് തോന്നുന്നത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പലരുടെയും അഭിപ്രായങ്ങൾ, ഡിസ്കഷൻസും ചർച്ച മുഖാന്തരം എല്ലാവർക്കും കൂടുതലായിട്ട് അത് മനസ്സിലാകത്തക്ക വിധത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ അത് നിയമമാക്കി അല്ലെങ്കിൽ അതിനെ നടത്തിപ്പിക്കൊണ്ടിരിക്കാൻ പാടുള്ളൂ. അതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം ഓഫ് ഗവൺമെന്റിന്റെ ഫസ്റ്റ് പോളിസി. ഇനി ഈ ക്രൂഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്. അതായത് എങ്ങനെയായിരിക്കണം ഇത് എടുത്ത് കൊണ്ടുപോകേണ്ടത്, നാച്ചുറൽ ആയിട്ട് എങ്ങനെ കൊണ്ടുപോകണം, ഓരോന്നിനും ഓരോ സ്പീഡില് എങ്ങനെ മെഷർ ചെയ്ത് ക്യാരി ഔട്ട് ചെയ്യണം, പവർ എങ്ങനെ ചെയ്യണം, അതോറിറ്റി, രാജഭരണത്തിന് ഇപ്പൊ എലിസബത്ത് റാണി മരിച്ചുപോയ ശേഷം ചാൾസിനെ രാജാവാക്കുമ്പോഴും അതിലും അവരുടെ ചാൾസിന്റെ രാജാവാകാനുള്ള അതോറിറ്റീനെ പറ്റിയൊക്കെ നാട്ടുകാർ സമ്മതിച്ചാൽ മാത്രമേ രാജപദവി കിട്ടുള്ളൂ. അതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റിൽ വരുന്ന ഒരു വ്യത്യാസം. പൊതുജനത്തിന്റെ അഭിപ്രായം വേണ്ട എന്നാണെങ്കിൽ പദവി കിട്ടില്ല. അപ്പോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം, ജനങ്ങളുടെ സമ്മതത്തോടെ രാജാവാകുക. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലുള്ള അഭിപ്രായങ്ങൾ. അപ്പൊ ഇത് മാത്രമല്ല, എല്ലാ നിയമവും അവരുടെ ട്രഡീഷണൽ പ്രാക്ടീസ് വഴിയും ആ ട്രഡീഷണൽ പ്രാക്ടീസ് മുഖാന്തരം സൊസൈറ്റിക്ക് ഒരു തെറ്റ് വരുത്താത്ത വിധത്തിൽ വേണം നടത്തിക്കൊണ്ടുപോകാൻ. അപ്പൊ ബി.ജി. ലീഡേഴ്സും പറഞ്ഞു ഈ സോഷ്യലിസം ഇത് എവിടെയാണോ ജനാധിപത്യം കൂടുതൽ വരുന്നത് അവിടെ സോഷ്യലിസം വരുന്നു. അപ്പൊ സോഷ്യലിസം വന്നു കഴിഞ്ഞാൽ ജപ്പാനായിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് ഈ സോഷ്യലിസ്റ്റ് വ്യൂസിനോട് ഒരു അഭിപ്രായ കുറവുണ്ട്. ഇനി ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റം ആണ് അവര് ഫോർവേഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നത്. ഒക്കുമാവ ഈ അഡ്വക്കേറ്റ് വന്നു. പാർലമെന്ററി സിസ്റ്റം ഗവൺമെന്റ്, അതായത് ഓരോ പ്രോവിൻസിലും ഹിസനില് അവര് ഒരു കൗൺസിലറെ വയ്ക്കും. 1873-80 ആ കൗൺസിലറാണ് ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ട് വരുന്നത്.
പിന്നെ മെമ്മോറിയൽ മാർച്ച് നടത്തുന്നുണ്ട്, റാഡിക്കൽ പ്രപ്പോസൽസ് എടുക്കുന്നുണ്ട്. ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പാർലമെന്റ്, ജനാധിപത്യ ഗവൺമെന്റ് 1882 ഒരു എലക്ഷൻ നടത്തുന്നു. ഈ എലക്ഷൻ വഴി അവര് ഗവൺമെന്റ് മെജോറിറ്റി പാർട്ടി വഴി കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ടി ഗവൺമെന്റ് സ്ട്രഗിൾ കുറച്ച് എത്രത്തോളം പ്രിൻസിപ്പിൾസിൽ ഫോളോ ചെയ്യാമെന്നാണ് അവര് ശ്രമിക്കുന്നത്. കൊട്ടുകായി എന്ന് പറയുന്നത് നാഷണൽ ബോഡി. ഈ നാഷണൽ ബോഡി വഴി പണ്ട് ജാപ്പനീസ് വിചാരിച്ചിരുന്നത് അവര് ഗോഡിന്റെ അല്ലെങ്കിൽ സൺ ഗോഡിന്റെ ഗ്രാൻഡ് സൺ ആണ് ഫസ്റ്റ് എംപറർ എന്നുള്ളത്. ആ വിശ്വാസം ഡിവൈൻ റൈറ്റ് തിയറി ഫോളോ ചെയ്തിരുന്നത്. അതിൽ നിന്നും ഇമ്പീരിയൽ ഹൗസിലേക്ക് മാറുകയും അതൊക്കെ മാറ്റി യുണീക്ക് ആയിട്ടുള്ള ജാപ്പനീസിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ കൊണ്ടുവരികയും കൊട്ടുകായി മീൻസ് നാഷണൽ ബോഡി കൊണ്ടുവരിക, അതിനെ ഡിബേറ്റ്, അത് ചർച്ചയ്ക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഫങ്ഷൻസ് എംപറർ ഫങ്ഷൻ ചെയ്യുക. ഇതാണ് അവര് ചെയ്ത അവരുടെ ട്രഡീഷന്റെ കൂടെ തന്നെ എംപററേയും അല്ലെങ്കിൽ പാർലമെന്ററി ഫോമും കൊണ്ടുവരിക. ഡ്രാഫ്റ്റിംഗ് വളരെ സീക്രട്ട് ആയിട്ട് നടത്തി. ആ സീക്രട്ട് ആയിട്ടുള്ള ജർമ്മൻ സ്കോളേഴ്സ് വന്നിട്ടാണ് ഡ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്തു കൊടുക്കുന്നതും. നമുക്കിവിടെ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് ചെയ്തത്. ആ പ്രിപ്പറേഷൻ ചെയ്ത് ഒരു ഓർഡിനൻസ് ഉണ്ടാക്കി 84-85 ക്യാബിനറ്റ് സിസ്റ്റം കൊണ്ടുവന്നു. ഹിറോബോയി ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററിനെ അവരെ അപ്പോയിന്റ് ചെയ്യാണ്. ഇതേമാതിരി എലക്ഷൻ വെച്ചിട്ടാണ് ഈ പ്രൈം മിനിസ്റ്ററുടെ സിസ്റ്റത്തിലേക്ക് അവര് കൊണ്ടുവരുന്നത്. ഇനി പീസ് പ്രിസർവേഷൻ ലോ എന്താണെന്ന് വെച്ചാല് ഈ ലോ വഴി 81 വഴി കോൺസ്റ്റിറ്റ്യൂഷൻ മുഖാന്തരം നമ്മൾ ഗൈഡൻസ് മേടിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന പ്രകാരത്തിൽ എല്ലാ കാര്യങ്ങളും പാർലമെന്ററി ഡെമോക്രസി മുഖാന്തരം മാത്രമേ നടത്താൻ പാടുള്ളൂ. അതാണ് സോഷ്യൽ ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. ഇതേമാതിരി തന്നെ ഒപ്പോസിഷന് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ പാടില്ല. എല്ലാ ലോസും കൺട്രോൾഡ് മീറ്റിംഗിലും പബ്ലിക്കേഷൻസിലും ഇനാക്ട് ചെയ്യണം, അതായത് നിയമത്തിൽ കൊണ്ടുവരണം. 87 പീസ് പ്രിസർവേഷൻ ലോ കൊണ്ടുവരുന്നു, അതായത് പീസ്ഫുൾ ആയിട്ട് പോകണം എന്നുള്ളതാണ് ഉദ്ദേശം. ഫൈനൽ ഡ്രാഫ്റ്റ് ഏപ്രിൽ 1888 ചെയ്തിട്ട് ഫെബ്രുവരി 11 അത് ഒരു ഡേ കോൾഡ് കിച്ചൻ ബെറ്റ്സു എന്ന് പറഞ്ഞിട്ട് ആനിവേഴ്സറി ഫസ്റ്റ് എംപററിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗിഫ്റ്റ് ആയിട്ട് അവര് എംപററായിട്ട് കാണുന്നത്. ഇനി ഇതിലും ഈ മേജി സ്റ്റേറ്റുകാര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് താല്പര്യപ്പെടുന്നില്ല. 74-ലും 1800 ഈ റിവോൾട്ടൊക്കെ സെമുറായി ആയിട്ടുള്ളവര് അല്ലെങ്കിൽ ആന്റി തോക്കോ ഗവൺമെന്റ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. മേജി ഗവൺമെന്റിന്റെ പ്രൊട്ടസ്റ്റ് അങ്ങനെ വരുന്നു. പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് എന്തിനെയാണ്? ഓപ്പർച്യൂണിറ്റി, അവരുടെ ഓപ്പർച്യൂണിറ്റി പോകും, അല്ലെങ്കിൽ അവരെ കൊറിയ ഇൻവൈറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള പോയിന്റിലാണ് പ്രൊട്ടക്ഷൻ വരുന്നത്. ഓപ്പൺ ഡിപ്ലോമാറ്റിക് മീറ്റിങ്ങിന് അവർ സമ്മതിക്കുന്നില്ല. അപ്പൊ ഇതിൽ സമുറായിന്റെ ആർമി കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. സെഗാവ പ്രപ്പോസ് ചെയ്യുന്നത് മോഡല് ഷിറ്റോ ഗവൺമെന്റ്, പഴയ നേരത്തെ പറഞ്ഞിട്ടുള്ള ഷിറ്റോ ഗവൺമെന്റ് ഉണ്ട്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഇംപ്രൂവ് ചെയ്ത് സ്റ്റൈപ്പൻസ് കൊടുത്ത് ഷിക്കോസോ എന്ന് വരിക. ഇനി ഇൻവേഡിങ് കൊറിയനെ അറ്റാക്ക് ചെയ്യണമോ വേണ്ട എന്നുള്ള പോളിസിയിലാണ് അവര് ഡിസ്കഷൻ നടത്തുന്നത്. ആ ഡിസ്കഷൻ നടക്കുമ്പോഴത്തേക്കും ചൈനീസും റഷ്യൻസും എല്ലാവരും ഉണ്ട്. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെയും പ്രസൻസ് 71-83 എന്നിട്ട് അതിനെ വേണമോ വേണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സറ്റ്സുമൈയുടെ അഭിപ്രായ പ്രകാരം ലാർജ് ആയിട്ടുള്ള റൂറൽ വാരിയേഴ്സ് ഉണ്ട്, കൺസിഡർ ചെയ്യണം. ജാപ്പാൻ തോക്കുക ഗവൺമെന്റിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ലാൻഡ് വരാൻ പാടില്ല. അതേമാതിരി ചേഞ്ചസ് ഒക്കെ അഫക്ട് ചെയ്യുന്നത് അവരുടെ പ്രിവിലേജിനെയോ അവരുടെ ലൈവ്ലിഹുഡിനെ നടത്താൻ പാടില്ല. ഗവൺമെന്റ് ഫോഴ്സസ് ഒന്നും റെബല്യസ് ആയിട്ട് പോകരുത്, ടാക്ടിക്കൽ ആയിട്ടുള്ള എറേഴ്സ് വരരുത് എന്നുള്ളതും വരുന്നു. ഒപ്പോസിഷൻ ഫ്രം ഓളിഗാർക്കി എന്ന് വെച്ചാൽ പണക്കാര കുടുംബത്തെ ഗ്രൂപ്പിനെയാണ് ഓളിഗാർക്കി എന്ന്. അവരും ഇതിനെ ഒപ്പോസ് ചെയ്യുന്നത്, മേജർ റെസ്റ്റോറേഷനെ അവരും ഒപ്പോസ് ചെയ്യുന്നത്. പീപ്പിൾ റൈറ്റ്സ് മൂവ്മെന്റ് ഉണ്ടാക്കുന്നു. പീപ്പിളുടെ അവരുടെ ആൾക്കാരുടെ റൈറ്റ്സിനെ നമ്മൾ മാനിക്കണം. അങ്ങനെയാണ് ഈ മേജർ റെസ്റ്റോറേഷൻ വരുന്നത്. ഫോർമേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, പല വിധത്തിലുള്ള പാർട്ടീസ് അവർ ഉണ്ടാക്കുന്നു. ആ പാർട്ടി വഴിയാണ് ഈ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത്. എക്സ്ട്രീമിസം നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ, ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം റിസർച്ച് വരുന്നുണ്ട്. അതോടുകൂടി അവര് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.